പ്രിയമുള്ളവരെ, കുന്നുകളും കാടുകളും കൃഷിയിടങ്ങളൊക്കെ ചേർന്ന മഹാരാഷ്ട്രയിലെ അതിസുന്ദരമായിട്ടുള്ള കുർസെ ഗ്രാമത്തിലെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു കടുത്ത വേനൽ സമയത്താണ്. പക്ഷെ വേനലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം എന്ന് പറയുന്നത് നിറയെ പച്ചപ്പും കൃഷികളും കൊണ്ട് നിറയുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു സ്വർഗം പോലത്തെ സ്ഥലം ഉണ്ടോ. ഈ ഗ്രാമത്തിലെ ജീവിതം വളരെ ലളിതവും ഹൃദയസ്പർശിയുമാണ്. രാവിലെ ജനങ്ങൾ വയലിലേക്ക് കൃഷിക്ക് പോകുന്ന ദൃശ്യവും വൈകുന്നേരം കുട്ടികൾ കളിക്കുന്ന രംഗങ്ങളൊക്കെ വളരെ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. കുർസിയിലെ ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ഒക്കെയാണ് ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഉത്സവകാലത്ത് ക്ഷേത്രങ്ങളിലും മൈതാനങ്ങളിലും മുഴങ്ങുന്ന സംഗീതമൊക്കെ അതീവ സുന്ദരമാണ്. അപ്പൊ ഈ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് കുർജെ ഗോപിവാഡ എന്നുള്ള ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ സോൾസ്, അത്രമാത്രം നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെ കാണാൻ നമുക്ക് സാധിച്ചു. ഇതൊരു ലവിങ്ങും കെയറിംഗ് ആയിട്ടുള്ള മനുഷ്യരാണ് നമുക്ക് ഈ ഗ്രാമത്തിലും. എന്താണ് ഈ പ്രകൃതി ഒരുക്കിയിട്ടുള്ള സർപ്രൈസ്, അതോടൊപ്പം തന്നെ ജനങ്ങളുടെ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം ഒക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ കുർസെ ഗ്രാമത്തിലെ ഒരു വീട്ടിലേക്കാണ്. ഇവിടെ കാണുന്ന ഓരോ വീടും ഗ്രാമത്തിന്റെ ചരിത്രവും സംസ്കാരവും നമുക്ക് പറഞ്ഞു തരുന്ന കഥകളാണ് കേട്ടോ. ഇവിടുത്തെ വീടുകളെല്ലാം തന്നെ പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. പ്രകൃതിയോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ളത്. മണ്ണും കട്ടയും ഉപയോഗിച്ച് പണിത വീടുകൾ. ഇത് ഇവർക്ക് വേനൽക്കാലത്ത് തണുപ്പും മഴക്കാലത്ത് ചൂടും ഒക്കെ നൽകും. ഈ വഴികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണല്ലേ. പക്ഷേ ഇത് വേനൽക്കാലമായതുകൊണ്ടാണ് ഇങ്ങനെ. മഴക്കാലം ആണെങ്കിൽ ഇവിടേക്ക് നിറയെ പച്ചപ്പാണ്. കാരണം എല്ലാവർക്കും തന്നെ കൃഷികളുണ്ട്. നമ്മളിതേ ആ കാണുന്ന വീട്ടിലേക്കാണ് നമ്മൾ കയറി ചെല്ലാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓരോ വീടിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ വീടിന്റെ മുമ്പിൽ അവർക്ക് വിശാലമായിട്ടുള്ള മുറ്റം ഉണ്ടാവും. ഈ മുറ്റത്ത് അവർ ചെടികൾ നട്ടു വളർത്തുന്നു, അവർ കൃഷികൾ ചെയ്യുന്നു, കുട്ടികൾ കളിക്കുന്നു, കുടുംബങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒന്ന് ചേർന്ന് സംസാരിക്കുന്നു. ഞങ്ങളും ഈ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരെല്ലാവരും ഒന്ന് ചേർന്നിരുന്ന് സംസാരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പൊ അതേ നോക്കിയേ, നമ്മളിനി ഈ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ വീടും കുറെ ഭിത്തികളൊന്നായിട്ട് തരംതിരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ എല്ലാം വലിയൊരു ഹോളായിരിക്കും. ആ ഹോളിന്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാവരും കിടക്കുന്നതും അവരുടെ ജീവിതവും ഒക്കെ അതിന്റെ ഉള്ളിൽ തന്നെയാണ്. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ സൗഹൃദവും പരസ്പരമുള്ള സ്നേഹവും വർദ്ധിക്കാനൊക്കെ ഉള്ള കാരണം എന്ന് പറയുന്നത്. ചില വീടുകളിൽ മുറികളുടെ പാർട്ടീഷൻ ഉണ്ടാകും, എന്നാൽ ഒട്ടുമിക്ക വീടുകളിലും അങ്ങനെ ഉണ്ടാവില്ല. അടുക്കള ഉൾപ്പെടെ ആ ഹോളിലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെന്ന വീട്ടിൽ അടുക്കളയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അവർ പാചകം ചെയ്യുന്നതൊക്കെ എന്തായിരുന്നു, മരക്കൊമ്പും ഉപയോഗിച്ചുമായിരുന്നു കേട്ടോ. ഇപ്പൊ നിങ്ങൾക്കൊരു ചിത്രം കാണാനായിട്ട് സാധിക്കും. ഇത് എല്ലാ വീടുകളിലും, കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാ വീടുകളിലും കാണാനായിട്ട് സാധിക്കും. അതായത് അവരുടെ ഭാഗ്യചിഹ്നമായിട്ടുള്ള സൂര്യൻ, പുഷ്പങ്ങൾ, മാങ്ങയില, വിളക്കുകളൊക്കെ കൊണ്ട് അവരുടെ കുടുംബത്തിലുള്ളവരുടെ ചരിത്രമൊക്കെ പറയുന്ന രീതിയിലുള്ള ചിത്രം വരച്ച് അവർ വെക്കുന്നു. ഇത് പുതിയ ദമ്പതികൾക്ക് സമൃദ്ധിയും സന്തോഷവും നൽകുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇതാണ് ഇവരുടെ അടുക്കളയും എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ അടുക്കളയിൽ പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പലതും മരം ഉപയോഗിച്ചാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇവർ തന്നെ കൃഷി ചെയ്തിട്ടുള്ള ധാന്യം പൊടിച്ച് അതെങ്ങനെയാണ് പൊടിയാക്കി അല്ല മാവാക്കി മാറ്റുന്നത് എന്നുള്ള കാഴ്ചയാണ് ആദ്യം അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾ പലരും അത് ട്രൈ ചെയ്തു, പലരും അതിൽ വിജയിച്ചു, ചിലവർക്ക് വിജയിച്ചില്ല, നന്നായിട്ടൊന്നും പൊടിഞ്ഞു പോകുന്നില്ല. എങ്കിൽ പോലും എത്ര സുന്ദരമാണെന്ന് നോക്കിയേ. അത് ഇവർ വളരെ സത്യസന്ധമായിട്ട് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ജീവിതമാണ് നമുക്ക് ഈ കുർസെ ഗ്രാമത്തിൽ കാണാനായിട്ട് സാധിച്ചത്.
അത് ഇപ്പോഴും ഇങ്ങനെ ഡബ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് പഴയ ഓർമ്മകളൊക്കെ വന്ന സമയത്ത് അത് ഹൃദയത്തിന് വല്ലാത്തൊരു ശാന്തതയാണ് നൽകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വീട്ടിൽ തന്നെ ഇതുപോലെ തന്നെ കന്നുകാലികൾ ഉണ്ടാവട്ടെ. ഇതാണ് ഇവരുടെ ജീവിതത്തിലുള്ള വരുമാന മാർഗം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കൃഷിയും അതുപോലെ തന്നെ കോഴികളും ഇവർക്കുണ്ടാകും. അതൊക്കെ വളരെ അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത്. 10 കോഴിയുണ്ട്, 5 പശുക്കിടാങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇവർ പറയുന്നത്. അപ്പൊ ഈ ഒരു കാഴ്ചകളാണ് നമുക്ക് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനിയും വരുന്നുണ്ട് പുതിയ പുതിയ നല്ല നല്ല കാഴ്ചകളുമായിട്ട്. അപ്പോൾ കാത്തിരിക്കുക. ബൈ ബൈ.